39 പേരാണ് കരൂർ ദുരന്തത്തിൽ മരിച്ചത്. മരിച്ചവരിൽ 17 സ്ത്രീകളും 9 കുട്ടികളുമുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിച്ചു. കരൂർ മെഡിക്കൽ കോളേജിലെത്തി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു. ജുഡീഷ്യൽ അന്വേഷണത്തിൽ ദുരന്ത കാരണം കണ്ടെത്തുമെന്നും ആരെ അറസ്റ്റ് ചെയ്യുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും എം കെ സ്റ്റാലിൻ പറഞ്ഞു. அதுக்குதான் உயர்நீதிமன்றத்தினுடைய ஓய்வற்ற நீதிபதி தலைமையில ஆணையம் அமைக்கப்பட்டிருக்கு. அந்த ஆணைய விசாரிச்சு முழுமையா சொல்லும். இதுக்கிடையில நீங்க கேட்கிற மாதிரி அரசியல் நோக்கத்தோடு எதையும் சொல்ல நான் விரும்பல. திருப்பி தான் சொல்ல போறேன். ஆனா ஆணையம் அதுக்காக அமைச்சிருக்கிறோம். இந்த ஆணையத்தின் மூலமாக உண்மை வெளிவரும். யாரு கைது செய்யப்படுவார், யாரு கைது செய்ய மாட்டார், நீங்கள் கேட்கிற எந்த இடத்தோடு கேட்கிறீங்களோ அதுக்கெல்லாம் நான் உட்படுவதற்கு தயாராக இல்லை. ഇപ്പോൾ കരൂർ മെഡിക്കൽ കോളേജിന് മുൻപിൽ നിന്ന് വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, നാടിനെ അത്യധികം വേദനയിലാഴ്ത്തിയ ഒരു ദുരന്തമാണ്. അതിന്റെ കാരണം കണ്ടെത്തേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.